പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ വലിയകളം പൂജയും വലിയ ഗുരുതിയും ഭക്തിസാന്ദ്രമായി. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ശ്രീകോവിലിന് മുൻവശത്തെ മുഖമണ്ഡപം നിറഞ്ഞു നിൽക്കുന്ന വലിയകുളം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എഴുതുന്നത്. ദാരുകവധത്തിന് ശേഷം ഉഗ്രരൂപിണിയായി നിൽക്കുന്ന വാരണട്ടമ്മയുടെ രൂപമാണ് വലിയകളത്തിൽ വരച്ചത്. അരി, മഞ്ഞൾ, ഉമിക്കരി, ചുണ്ണാമ്പ്, വാകയില തുടങ്ങിയവയുടെ പൊടി കൊണ്ടാണ് കളം വരച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 വലിയകളത്തിലേക്ക് ദേവിയെ എതിരേറ്റു. ഉച്ചപൂജയ്ക്ക് ശേഷം വലിയകളം പൂജയും കളം പാട്ടും നടത്തി. ഗുരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ അമ്പലം രാവിലെയും വൈകുന്നേരം, രാവിലെ തുറക്കുന്നത് താമസിച്ചായിരിക്കും, വൈകുന്നേരം അടയ്ക്കുന്നതും നേരത്തെ ആയിരിക്കും. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു 7 ദിവസത്തേക്ക് അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഈ വലിയ ഗുരുതി കഴിഞ്ഞാൽ പോകേണ്ടത്. അതോടൊപ്പം തന്നെ ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ആനപ്പന്തലിനോട് ചേർന്ന് 2 വലിയ പന്തലുകൾ പണി തീരാറായി. ഉത്സവത്തിന് മുമ്പ് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പണി പൂർത്തീകരിച്ചുകൊണ്ടും ഫെബ്രുവരി മാസം 10-ാം തീയതി കൊടിയേറ്റോട് കൂടിയിട്ട് നമ്മുടെ ഈ അമ്പലത്തിലെ ഉത്സവം ആരംഭിക്കുക. ഭരണിയോടുകൂടി 23-ാം തീയതി കുംഭഭരണിയോടുകൂടി ഉത്സവം അവസാനിക്കും. ആ ഉത്സവത്തിൻ്റെ തയ്യാറെടുപ്പെന്ന നിലയിൽ നിരവധി പരിപാടികൾ ഈ അമ്പലത്തിൽ പൂജകളും പരിപാടികളും നടത്തുന്നുണ്ട്. ഉത്സവത്തിൻ്റെ മുന്നോടിയായി ഈ ജനുവരി മാസം 21-ാം തീയതി മുതൽ 7 ദിവസത്തേക്ക് സപ്താഹവും 27-ാം തീയതി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടക്കുന്നു. ഇതിൽ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണങ്ങളും അവർ പങ്കെടുത്തത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഭക്തജനങ്ങൾ അഭ്യർത്ഥിക്കുക. രാത്രി 12-ന് വടക്കുംപുറത്തും വലിയ ഗുരുതിയും കൊടുങ്കാളിക്കൽ ഗുരുതിയും നടത്തി. ക്ഷേത്രം തന്ത്രി കടിയക്കോൽ വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി രാമചന്ദ്രൻ നമ്പൂതിരി, സഹശാന്തിമാരായ മുരളീധരൻ പോറ്റി, പ്രകാശൻ പോറ്റി, നാരായണൻ എമ്പ്രാൻ എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ KNS വർമ്മ, സെക്രട്ടറി വെള്ളിയാവളം പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് KN ഉദയവർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി.